പ്രാർത്ഥിക്കാം. സ്തോത്രം 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 സ്തുതിക്കുന്നു വാഴ്ത്തുന്നു കർത്താവേ. യേശുപ്പ, ഇന്ന് പകൽക്കാലം മുതൽ കർത്താവേ ഈ സമയം വരെ ഞങ്ങളെ അങ്ങയുടെ രക്തക്കോട്ടയിൽ മറിച്ച് വരാമരുന്ന സകല ആപത്തോടെ നിന്നെല്ലാം ഞങ്ങളെ കാത്ത് പരിപാലിച്ച കർത്താവേ, ഈ സന്ധ്യ നേരം കർത്താവെ ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മയെ സ്തുതിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. യേശുപ്പ, ഈ കൂട്ടായ്മയിൽ വരുവാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളെ കൂട്ടി വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവരുടെ കൂടെ വരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുപ്പ, രക്തക്കോട്ടയിൽ അവരെ മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പലവിധ ആവശ്യങ്ങളായിട്ട് വന്നവരുണ്ട് കർത്താവേ. പലവിധ രോഗങ്ങളിൽ വന്നവരുണ്ട് കർത്താവേ. യേശുപ്പ, ഈ കൂട്ടായ്മ കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ കർത്താവെ ഒരു വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുപ്പ, ഞങ്ങളെ നിറക്കണമെന്ന് മുഴുവനായിട്ട് നിറക്കണം, പരിശുദ്ധാത്മാവിനെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പറഞ്ഞ അച്ഛനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വം ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ ഉപേക്ഷിക്കുന്നു. പ്രവർത്തിക്കണമേ. ആമേൻ. നമ്മുടെ പ്രാർത്ഥന കേട്ടതായിട്ട് കരങ്ങളെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാസോത്സവത്തിലെ 8ാമത്തെ പാട്ട് 8. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയ കൃപകളോടെ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയ കൃപകളോടെ. ഇന്നലെയോ നിന്നോ എന്നോ മാറായേശുവേ നാം പാടി പുകഴ്ത്താം.
12-ാമത്തെ 12 കുഞ്ഞാട്ടിൻ്റെ കുഞ്ഞാട്ടിൻ്റെ ഞാൻ ശുദ്ധനായി തീർന്നു കണ്ണാങ്കിലെ ശുദ്ധരേ ഞാൻ ജയം പാടിയോ അകത്താന്റെ ചക സ്തുതി നീനക്കുന്നു എന്നെ നീ നിന്റെ ദോഷരിനാൻ സ്തുതിക്കോ നിന്നെ ഞാൻ ആയുസിനാളെല്ലാം നന്ദിയോടടി വണങ്ങുന്നു സ്തുതിക്കോ നിന്നെ ഞാൻ ആയുസിനാളെല്ലാം നന്ദിയോടടി വണങ്ങുന്നു ആത്തോടു നിന്നെ ഘോഷിക്കോ വീശിയോൻ യാത്രയതിൽ മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരോധിയായി എനിക്കോ നിശ്ചയായും വിരോധനിക്കു ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല സാധിക്കൂ അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ സാധിക്കൂ അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ എൻ ഭാഗ്യകാലം ഓർക്കുമ്പോഴേ തുള്ളാൻ തുള്ളുന്നു ഈ ലോകസ്തുതി തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ടപ്പോൾ നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും രാജൻ മോഹനല്ലോ എന്ന് ഞാൻ ഘോഷിക്കും ജഗത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി പതിനാലാമത്തെ വാഴ്ത്തി സ്തുതിക്കുമെന്ന് ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ വാഴ്ത്തി സ്തുതിക്കുമെന്ന് ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ എനിക്കെന്റെ നാവു പോരായേ എന്നിട്ട് തിരാമോ അവൻ ചെയ്തത് എനിക്കെന്റെ നാവു പോരായേ എന്നിട്ട് തിരാമോ അവൻ ചെയ്തത് ആയിരമാ സ്തുതിച്ചിടുന്നേ
ഉയർത്തി ആയിരമായി സ്തുതിച്ചിടുന്നേ ആനന്ദങ്ങളെ ഉയർത്തി പാട്ടി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ ഈശനെ പാട്ടി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ ഈശനെ പാപശാപരോഗമായതെന്റെ ഭീതിയാ നാശബന്ധത്തിൽ പതിക്കും നേരത്ത് പാപശാപരോഗമായതെന്റെ ഭീതിയാ നാശബന്ധത്തിൽ പതിക്കും നേരത്ത് സ്നേഹഹസ്ത നീട്ടിയെന്നെ തിരുരാജതിരാകിയല്ലോ സ്തുതിക്കുമെന്ന് ഞാൻ എൻ്റെ സ്തുതിക്കുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോ അല്ലമാനി സ്നേഹമെന്നിലൂറ്റിയല്ലോ അല്ലത്തിന്നും ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോ അല്ലമാനി സ്നേഹമെന്നിലൂറ്റിയല്ലോ ജയധീര ആടിടുവാൻ ജയം നീ എനിക്കേകിയല്ലോ ജയധീര ആടിടുവാൻ ജയം നീ എനിക്കേകിയല്ലോ പാട്ടി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ ഈശനെ പാട്ടി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ ഈശനെ പാപികളെ തേടി വന്ന യേശു രക്ഷകേ പാപമില്ല ശുദ്ധമായി വരുന്നേ പാപികളെ തേടി വന്ന യേശു രക്ഷകേ പാപമില്ല ശുദ്ധമായി വരുന്നേ വരവിന്റെ അതിസമീപം വരവിൻ പ്രത്യാശയാം നിറഞ്ഞിടാമേ വരവിന്റെ അതിസമീപം വരവിൻ പ്രത്യാശയാം നിറഞ്ഞിടാമേ പാട്ടി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ ഈശനെ പാട്ടി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ ഈശനെ മാറ്റമല്ലയോ ഭവിച്ചവൻ ജീവിതം മാറ്റമല്ലയോ ഭവിച്ചവൻ ജീവിതം മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാ മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാ പാട്ടി സ്തുതിക്കുമെന്ന് ഞാൻ എൻ്റെ ഈശനെ പാട്ടി സ്തുതിക്കുമെന്ന് ഞാൻ എൻ്റെ ഈശനെ നമ്മളെ നിറച്ച കർത്താവിനെ കാര്യങ്ങളെ കുറിച്ച് സ്തോത്രം ചെയ്യാം ഹല്ലേലൂയ ഹല്ലേലൂയ യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും?
ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം ചെയ്താലും ഞാൻ നിർഭയമായിരിക്കും. അനക്ക ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ വീഴ്ത്തും. യഹോവേ, ഞാൻ ഉറക്കം വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരവാകണമേ. എൻ്റെ മുഖം എനിക്ക് മറക്കരുത്. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുത്. നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ കളയരുത്, ഉപേക്ഷിക്കരുത്. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിക്കുന്നതിൻ്റെ കഷ്ടം. എട്ടാമത്തെ വാക്യം. എൻ്റെ മുഖം അന്വേഷിക്കുവീൻ എന്ത് നിങ്കൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിച്ചു. ദാവീദ് ഹോശേയ പ്രവചനം 5-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ് എടുത്ത് അവിടെ എഴുതി. അതാണ് ഇൻവെർട്ടഡ് കോമയിൽ എൻ്റെ മുഖം അന്വേഷിക്കുവീൻ എന്നുള്ള ഭാഗമാണ്. ഹോശേയ പ്രവചനം 5-ാം അധ്യായം 15-ാമത്തെ കിട്ടി. ഹോശേയ പ്രവാചകനിലൂടെ പറഞ്ഞതാണ് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കേണ്ടതായ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഹോശേയ പ്രവാചകൻ പറഞ്ഞത്. അതിനുശേഷം ദാവീദ് പറയുകയാണ്, എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു കൽപ്പന വന്നു. ഹൃദയം അങ്ങ് പറയുക, ദൈവമുഖം അന്വേഷിക്കണം, ദൈവമുഖം അന്വേഷിക്കണം. എൻ്റെ ജീവിതത്തിൽ 26 വർഷങ്ങൾക്ക് മുന്നേ അങ്ങനെ ഒരു കാര്യം ഹൃദയത്തിൽ വന്നിങ്ങനെ ദൈവമുഖം അന്വേഷിക്കാനുള്ള താല്പര്യം. മറ്റേത് ഞായറാഴ്ച പള്ളിയിൽ പോകും, ആത്മീയ ഇതിലെല്ലാം പ്രവർത്തിക്കും. പക്ഷെ ദൈവമുഖം അന്വേഷിക്കുക എന്നൊരു പരിപാടി ജീവിതത്തിലില്ല. യെശയ്യാ പ്രവചനം 34:16 പറയുന്നുണ്ട്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് നോക്കണം. അപ്പം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങളിൽ കർത്താവിനെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 28-23 മുതൽ പൗലോസ് പറയുന്നുണ്ട്, ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവൻ്റെ പാർപ്പിടത്തിൽ അവൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ മോശയുടെ 1-ാം പുസ്തകം തുടങ്ങി പ്രവാചക പുസ്തകങ്ങളിലെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. അനേകർ വിശ്വസിച്ചു, ചിലർ വിശ്വസിക്കാതെ യോജിക്കാതെ പിരിഞ്ഞു പോയെന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ദൈവമുഖം അന്വേഷണം എവിടെയാണ്? നമുക്കറിയാം, നമ്മുടെ ഒരു യേശുദാസ് പാടിയ പാട്ടുണ്ട്, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ. അപ്പം എവിടെയാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത്? യഹോവയുടെ പുസ്തകത്തിലാണ് അന്വേഷിക്കേണ്ടത്. അങ്ങനെ ഞാനും നിങ്ങളും കർത്താവിൻ്റെ ആത്മാവിനാൽ അന്വേഷിക്കുമ്പോൾ ഞാനും നിങ്ങളും ഈ ദൈവത്തെ കണ്ടെത്തുകയാണ്. അങ്ങനെ ദൈവത്തെ കണ്ടെത്തുമ്പോൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ
ഇന്നത്തെ സങ്കീർത്തനത്തിലെ 3-ാം വാക്യത്തിൽ പറയും, ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ ഭയമില്ലാതെ ഇരിക്കുമെന്ന്. അതിൻ്റെ കാരണം സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പറയുന്നുണ്ട്, യഹോവ എൻ്റെ വെളിച്ചമാണ്, എൻ്റെ രക്ഷയാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അവിടെ വിളിച്ചു പറയുന്നുണ്ട്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം അത് യേശു ക്രിസ്തുവാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതായ വാക്യമാണ് 9-ാമത്തെ വാക്യം. അതിൻ്റെ തൊട്ട് മുകളിൽ പറയുന്നുണ്ട്, അപ്പം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കി. യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നോടി. എന്നാൽ 11-ാം വാക്യത്തിൽ കണ്ടു, യേശുക്രിസ്തു സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ യേശുവിനെ കൈക്കൊണ്ടിരുന്നു. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. ക്രിസ്തുമതത്തിലായിരിക്കുന്ന പലരും നാമധേയ ക്രിസ്ത്യാനികളാണെങ്കിലും യേശുവിനെ കൈക്കൊള്ളുന്നവർ വളരെ കുറവാണ്. 1:12 പറയുന്നുണ്ട്, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവമക്കളാകാനുള്ള അധികാരം ദൈവം കൊടുത്തിട്ടുള്ളൂ. കൃപയാൽ നമ്മളെല്ലാവരും യേശുവിനെ കൈക്കൊണ്ടവരാണ്. യേശുവിനെ കൈക്കൊണ്ടത് മാത്രമല്ല, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരാണ്. വേറെ ഒരു നാമത്തിൽ നമ്മൾ വിശ്വസിക്കത്തില്ല. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ ആ വെളിച്ചമാകുന്ന യേശു കർത്താവ് എന്നെ നിങ്ങളെയും പ്രകാശിപ്പിച്ചു. 119-ാം സങ്കീർത്തനത്തിൽ പറയുന്നില്ലേ, ആ വചനമാകുന്ന വെളിച്ചം അതെൻ്റെ കാലുകൾക്ക് ദീപവും പാതിക്ക് പ്രകാശവുമാണ്. അങ്ങനെ എനിക്ക് നിങ്ങൾക്കും ആ വെളിച്ചം കിട്ടിയപ്പോൾ എന്നിലെ നിങ്ങളിലെ അന്ധകാരം മാറി. പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലാണോ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. ഇപ്പം ഞാനും നിങ്ങളൊക്കെയും നമ്മളെ പ്രകാശിപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ സൽഗുണങ്ങളെ അനേകരുടെ മുന്നിൽ പ്രകാശിപ്പിക്കേണ്ട വലിയ ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. അതിനാണ് നമ്മൾ ഓരോ ഞായറാഴ്ചയും കൂടും. വേറൊരു ഉദ്ദേശവും നമുക്കില്ല. സഭ മാറാനും സമുദായം മാറാനും ഒന്നും പറയുന്നില്ല. ഒരേ ഒരു കാര്യം മാത്രം, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇനി എത്രയോ പേരെ യേശുക്രിസ്തു പ്രകാശിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നും അനേക ആളുകൾ ആത്മീയ അന്ധകാരത്തിലും നിരാശയിലും ഭാരത്തിലും സങ്കടത്തിലുമൊക്കെ ജീവിക്കുമ്പോൾ, ഭയത്തിൽ ജീവിക്കുമ്പോൾ, ഭയം മാറ്റി പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലെ ദൈവമുഖം അന്വേഷിച്ച് ഞാനും നിങ്ങളും കർത്താവിനെ അന്വേഷിച്ച് കണ്ടെത്തിയാൽ ആ കർത്താവിലേക്ക് നോക്കിയവർ പ്രകാശിതരായി ഇവരുടെ മുഖം ലജ്ജിച്ചു. അങ്ങനെ നമുക്ക് അന്ത്യം വരെയും ലജ്ജിക്കാതെ ഈ ലോക ജീവിതവും നിത്യതയും കർത്താവിനോടൊന്നിച്ചായിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. മോളി ആൻറ്റി കടന്നു വന്ന് പ്രാർത്ഥിക്കുക. സൂസി ആൻറ്റി ചെക്കപ്പോ അതിൻ്റെ പോയി ഹാർട്ടിനാണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയുവാനായിട്ട് കഴിയുന്നു. പ്രത്യേകം പ്രാർത്ഥനയും ചോദിച്ചിരിക്കുന്നു. നാളെ കാർഡിയോളജിസ്റ്റിനെ കാണാനായിട്ട് പോകുന്നുണ്ടെന്നാണ് അറിയുവാൻ സാധിച്ചത്. നമുക്ക് സൂസി ആൻറ്റിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാ രോഗങ്ങൾക്കും സൗഖ്യം തരുന്ന കർത്താവാകിയാൽ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മൾ തുടർമാനമായ എല്ലാ വിഷയങ്ങളും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവിൻ മൂലമേൻ യാചന നൽകുമേൻ, യേശുവിൻ മൂലമേൻ യാചന നൽകുമേൻ, ആശയിൽ കെഞ്ചിടുന്നേ അല്ല തെന്നിൽ പ്രാർത്ഥന കേൾക്കണമേ.
ഹല്ലേലൂയ 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 സ്തോത്രം 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 മഹാമനുഷ്യത്തിനും നിത്യനും പാട്ടും ഞങ്ങളുടെ സ്വപ്നം നല്ല പിതാവേ ഒരു സന്ധ്യയോട് നീ ദാനമായി തന്നു കൊടുക്കുന്ന ദൈവത്തെ വാഴ്ത്തും കർത്താവേ പതിനഞ്ചോടെ ഞങ്ങളെ കാത്തു പരിപാലിച്ചു നാമത്തണ്ണത്തണ്ണം ലോകത്തിലൊന്നും വെള്ളിച്ച് ഈ സന്ധ്യാസമയത്ത് നിന്റെ ആലയത്തിൽ വന്നുകൂടി നിന്റെ വചനം കേൾപ്പാനും നിന്നെ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാനും അവിടുത്തെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ വന്ന മക്കളെ ദൈവകരണം പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ വരാനുള്ളവരെ കൂട്ടിവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ പലവിധമായ പ്രയാസങ്ങളൊക്കെ ഉണ്ട് കർത്താവേ എങ്കിലും ജാഗ്രതയോടെ എൻ്റെ ദൈവത്തെ അന്വേഷിക്കാൻ അവിടുന്ന് കർത്താവേ ഇതിൻ്റെ വചനമുണ്ടല്ലോ നാഥ ഇതിനെ അന്വേഷിച്ച് കണ്ടെത്തി ജീവിപ്പാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ കഷ്ടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാം നിറഞ്ഞ ലോകം പരിശുദ്ധനായ ദൈവം ഈ ലോകത്തിലടിയങ്ങളെ എന്നോളം കാത്തുപരിപാലിച്ച വലിയ നന്ദിയോർത്തടികൾ നിന്നെ ശ്രദ്ധിക്കുന്ന കർത്താവേ ബലഹീനരാണ് അപ്രാപ്തരാണ് ഭാവികളാണ് ദൂഷികളാണ് കർത്താവ് ഒന്നിലും കുറിച്ച പ്രാപിപ്പാനും നിങ്ങൾക്കില്ല നാഥ നിന്റെ കൃപ അടിയങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അടിയങ്ങളുടെ ജീവിതത്തിൽ ദൈവനാമം രക്ഷിക്കപ്പെടുന്ന യാതൊരു പ്രവർത്തികളും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടുന്ന അടിക്കുന്ന സ്വർഗത്തിലെ ദൈവമേ നിന്റെ രക്ഷയുടെ സന്തോഷം നീ തരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ രക്ഷിപ്പാൻ കഴിയാത്തവണ്ണത്തെ കൈകുറിഞ്ഞിട്ടില്ല കേൾപ്പാൻ കഴിയാത്തവണ്ണത്തെ ചെറുമാസമായിട്ടില്ല ഇനിയോട് നിങ്ങളുടെ അകൃത്യമായിരിക്കാവുന്ന കർത്താവിൻ്റെ വചനം പറഞ്ഞു സന്ധ്യാസമയത്ത് കർത്താവെ ഈ ആലയത്തിൽ മരിച്ചതോ എൻ്റെ പുരുഷനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ കർത്താവെ സകല ലോകത്തിൽ സൗഖ്യമാക്കി തരുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങൾ പൂർണ്ണമായി ഫലമേൽപ്പിക്കുന്നതാണ് എൻ്റെ രോഗമുണ്ടെങ്കിൽ ഒരു പ്രയാസമുണ്ടെങ്കിൽ എൻ്റെ കർത്താവിന് കഴിയാത്ത ഒന്നുമില്ലാതെ അവിടുന്ന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നതെന്ന് വിശ്വസിക്കുന്നതാണ് സകലത്തെയും സാധ്യമാക്കി തരുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിൻ്റെ മകളെ പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവ് അടിയങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സുഖങ്ങളുടെ സിംഹാസന ഭൂമികളുടെ പാതപീഠത്തിൽ അടിയങ്ങൾ നിലവിളിക്കുകയാണ് കർത്താവ് അടിയങ്ങളുടെ നിലവിളിയുടെ ശബ്ദം ഇതുവരെ ഇത്തരം തന്നെ അടിയങ്ങളെ നടത്തുന്ന വൻകുറിയോട് അടിയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കർത്താവ് അപ്പോൾ എൻ്റെ കൃപയടികളുടെ മേൽ എപ്പോഴും വ്യാപരിക്കണമേ എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശ്രദ്ധയുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ പുരുഷൻ്റെ കയ്യിലപ്പെടാതെ ഉണ്ടമണികളെ കാത്ത് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ശത്രു നോക്കുവാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അലവും പരിസരവും ദുരിതത്താൽ മുദ്രയിട്ട് സൂക്ഷിക്കണമേ അന്ന് മക്കളെ ദൈവകരങ്ങൾ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ആരുടെ കുറവ് അനുഗ്രഹത്തിന് തടസ്സമാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ എൻ്റെ വഴിയെ ഹോവയെ പരമേൽപ്പിക്കുക അവരെ തന്നെ ആശ്രയിക്കുക അവനോട് നിർവഹിക്കാൻ നിൻ്റെ കർത്താവിൻ്റെ വാസത്തോട് എൻ്റെ വാസത്തിനെ പ്രാപിപ്പാൻ തക്കവണ്ണം സ്വന്തം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ പണതീരനെ മറികടന്നു പോകാതെ എന്നുവരെ കാത്തുനിൽവാത്ത നല്ല ദൈവമേ ഇന്നുവരെ ഞങ്ങൾക്ക് വേണ്ടതൊക്കെയും തന്നു നടത്തുന്ന ദൈവത്തിന് മണ്ണ് നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ് എല്ലാ മക്കളെയും ദിവസങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് പിന്നീട് അനുവദിയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ മക്കൾക്ക് തക്കതായ തുണയെ കൊടുക്കാൻ സർവശക്തനായ ദൈവം മതിയാകുന്ന വിശ്വസിക്കുന്ന കർത്താവ് ദൈവകരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്ന കർത്താവ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പുറപ്പെട്ട സകല കാര്യങ്ങൾ ഹോമിലേക്ക് പരമേൽപ്പിക്കുകയാണ് കർത്താവ് അവിടുന്ന് പ്രാർത്ഥന യാതനെ കേൾക്കണമേ നിങ്ങളുടെ കുറവ് ഓർക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് മോചനെ സുഖമായ ദിവസങ്ങളിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു മക്കളെ കൊച്ചുമക്കളെ എല്ലാവരെയും നിന്റെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു കർത്താവ് എൻ്റെ മക്കൾ ഒരുമിച്ച് കടന്നു വന്നിട്ടുണ്ടല്ലോ കർത്താവെ ആ സ്വർഗ്ഗം തുറന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അവൻ അനുഗ്രഹിക്കപ്പെടണമേ നിന്റെ മകന് കൊടുത്ത വിശ്വാസത്തെയും പ്രത്യാശയോർത്തടിയണം നിന്നെ ശ്രദ്ധിക്കുന്ന കർത്താവ് എൻ്റെ കർത്താവിൻ്റെ വരത്തിൽ പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ അടിയങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എൻ്റെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം കർത്താവ് അപ്പോൾ സമയടിയങ്ങളിൽ പാഠമെടുത്ത് ഇരിക്കട്ടെ കർത്താവ് എൻ്റെ വചനം കേൾക്കുവാനടിയങ്ങളെ യോഗ്യരാക്കണമേ എൻ്റെ വചനം അടിയങ്ങളുടെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്
അടിയങ്ങളുടെ സന്നിധിയിലിരിക്കുന്ന സ്വാമി എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അടിയണമേ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉൾക്കൊണ്ട പന്നീരിനൊക്കെ ഇന്നുവരെയും പ്രതിഫലം തന്നടിയങ്ങളെ രക്ഷിച്ച ദൈവമേ അടിയങ്ങളെല്ലാം മക്കളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു എൻ്റെ രാജ്യത്ത് ജോലിയും അടിയങ്ങളുടെ കുഞ്ഞുങ്ങളെ തരുന്നു എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവേ എൻ്റെ വാചനം എൻ്റെ ദൈവമേ എല്ലാവരും പ്രമാണിക്കുവാൻ പോകണം സ്വർഗത്തിൻ്റെ സ്വകേര ആത്മീയ അനുഭവത്തിലൂടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അങ്ങനെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉത്തരം തന്നിരിക്കാൻ സകലമാനവും എൻ്റെ കർത്താവ് എടുക്കണമേ ആരോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേട്ടു തരണം ആമേൻ. ഒരു പ്രാവശ്യം കൂടി കർത്താവിന് സന്നിധിയായപ്പോൾ ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രഭാതം മുതൽ ഈ നിമിഷം വരെ നമ്മളെ ഉള്ളം കൈയിൽ വഹിച്ച് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ച ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു ചെറിയ കൂട്ടമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ ദൈവമുഖം അന്വേഷിക്കാനുള്ള കൽപ്പന നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ച പിതാവാൻ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രഭാതത്തിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ സഞ്ചരിച്ചു, പല അപകടങ്ങളിൽ നിന്നും കർത്താവ് നമ്മളെ വിടുവിച്ചു. കണ്ണിനെ കണ്ണിനിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ വിടുവിച്ചവനായ കർത്താവ്. ആ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവിനെ ആരാധിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കഴിവോ വെടുപ്പോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ കരുണ ഒന്ന് മാത്രമാകുന്നത്. ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ ഈ 9-ാം മാസത്തിൻ്റെ അവസാന ഞായറാഴ്ച വരെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ദൈവം ചെയ്ത നന്മയ്ക്ക്, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദിയോടെ സ്തുതിപ്പാൻ സ്തോത്രം ചെയ്യാനും ആ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ ഓരോ ദിവസവും നമ്മളെ നിറയ്ക്കുന്ന ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവകൃപ വ്യാപിക്കാനായ സ്തോത്രം. ക്രൂശു ചുമന്നു തളർന്നെനിക്കാൻ ഘോരമം ശിക്ഷയതേറ്റെനിക്കാൻ ക്രൂശു ചുമന്നു തളർന്നെനിക്കാൻ ഘോരമം ശിക്ഷയതേറ്റെനിക്കാൻ മുൾമുടി ചൂടിയതും എനിക്കാൻ ജീവനെ നൽകിയതും എനിക്കാൻ മുൾമുടി ചൂടിയതും എനിക്കാൻ ജീവനെ നൽകിയതും എനിക്കാൻ ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ പരിശുദ്ധനെ പരമോന്നതനെ സ്തുതികൾക്കെന്നും യോഗ്യനായവനെ പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. ഈ സ്തുതികൾക്ക് യോഗ്യനായ ഈ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കുവാൻ ദൈവത്തെ നമസ്കൃതനായി നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. പാഠപുസ്തകത്തിലെ 121-ാമത്തെ പാട്ട്. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിക്കുന്നു വൻകൃപ ഏകീകരണം ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിക്കാൻ നന്മരം നൽകിയതാണ്. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടാൻ വൻകൃപയേകിടണേ. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടാൻ വൻകൃപയേകിടണേ. ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിടണേ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല,
അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ, അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. എന്നെ നിന്നതല്ല എന്നെ നിന്നതല്ല നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ. നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ. ലോകം പാപം വിഷാദത്തിന് കൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം വിഷാദത്തിന് കൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണ് എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണ് എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഇന്നലെ മുൻപിയ ഉന്നത ഇന്നലെ മുൻപിയ ഉന്നത എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ. എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ. യേശുവേ കൃപയാ. ലോകം പാപം വിഷാദിന് കൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം വിഷാദിന് കൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണ് എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണ് എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഒരു സ്വർഗകൂടാരത്തിൽ വന്നിക്കും ഞാനെന്നാലിൽ. ഒരു സ്വർഗകൂടാരത്തിൽ വന്നിക്കും ഞാനെന്നാലിൽ. എന്റെ പൊന്മുഖം കാണും ഞാൻ. എന്റെ പൊന്മുഖം കാണും ഞാൻ. എന്നാശയേടുന്നേ. ലോകം പാപം വിഷാദന്നെ കൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം വിഷാദന്നെ കൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണ് എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. 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 ഹല്ലേലൂയ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ ഹല്ലേലൂയ ജയം ജയം ഹല്ലേലൂയ 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 ആത്മാനത്തെ കർത്താവിന്റെ കർമ്മ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വചനത്തിന്റെ വാതിൽ തുറക്കാൻ പാടില്ല. യേശുക്രിസ്തുവിൽ കൂടി ഞങ്ങളെ അയൽവാസികളുമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാവാൻ ദൈവമേ, അപ്പാ പിതാവെ വിളിക്കുവാൻ നോക്കുന്ന സ്വന്തം പുത്രന്റെ ആത്മാവിനെ തന്ന ദൈവമേ, അപ്പാ പിതാവെ
ഈ ഒരു ദിവസം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾക്ക് ഇവിടെ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവെ നല്ലൊരു ആരാധന ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇപ്പോൾ കർത്താവെ നിങ്ങൾ അങ്ങയുടെ വചനത്തിന് മുമ്പേ വന്നിരിക്കുന്ന കർത്താവെ, അച്ചാച്ചനും കൂടെ കർത്താവെ അങ്ങയുടെ വചനം പറയുമ്പോൾ കർത്താവെ അതൊരു മനുഷ്യൻ്റെ വചനമായിട്ടല്ല കർത്താവെ, അത് സാക്ഷാൽ ദൈവത്തിൻ്റെ വചനമായിട്ടല്ല കർത്താവെ. ഞങ്ങൾ കേൾക്കുവാൻ തക്കോണം കർത്താവെ, കേട്ടിട്ട് കർത്താവെ വെറുതെ പോകുന്നവരാക്കിയില്ലാതെ കർത്താവെ അത് ചെയ്യുവാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണം കർത്താവെ. ഞങ്ങൾ കെട്ടപ്പെട്ടവരായി വന്നെങ്കിൽ കർത്താവെ കെട്ടഴിഞ്ഞ് പോകുന്നവരാക്കി ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ നിറഞ്ഞവരായിട്ട് പോകുവാനൊക്കെ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. ഹൃദയത്തിന് തൊട്ടുകൊണ്ട് കർത്താവെ ഞങ്ങൾ ഏതെങ്കിലും തിരിയണം കർത്താവെ എന്ന് കർത്താവ് കാണിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ വന്നിരിക്കുന്ന എല്ലാവരുടെ മേലും കർത്താവെ ഞങ്ങളുടെ ആത്മാവിനെ പകരണമേ കർത്താവെ. ഞങ്ങൾ കർത്താവിൽ നിറഞ്ഞവരായി പോകണം കർത്താവെ. കർത്താവെ വിധിക്കപ്പെട്ട വചനം കർത്താവെ ദുഷ്ടൻ പെറുക്കി കളയാൻ ഇടയാവാതെ കർത്താവെ 30, 60, 100 മേലിൽ ഫലം കഴിക്കുവാൻ തക്കണം കർത്താവെ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയുടെ അവൻ കൃപയ്ക്കായി സ്തോത്രം ശരണം ചെയ്യുന്നത് ഈശ്വരത്തിൽ അപേക്ഷിക്കുന്നു കൊടുക്കുമാറാകണം. പാഠപുസ്തകത്തിലെ 53-ാമത്തെ അധ്യായം. എന്റെ ദൈവമെല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദിന ചിറകടിയിൽ. എന്റെ ദൈവമെല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദിന ചിറകടിയിൽ. ഏടുകളിൽ ഭാരം നിത്യം ചുമക്കുന്നതാൽ ഏതു നേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുന്നേ. ഏടുകളിൽ ഭാരം നിത്യം ചുമക്കുന്നതാൽ ഏതു നേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുന്നേ. നാമ പോരാ വർണ്ണിച്ചിടാൻ നന്മയൊരു നായ്, നന്ദി കൊണ്ടെന്റെ ഉള്ളം നിറയുന്നപ്പാ. നാമപോരാ വർണ്ണിച്ചിടാൻ നന്മയൊരു നായ്, നന്ദി കൊണ്ടെന്റെ ഉള്ളം നിറയുന്നപ്പാ. എന്റെ ദൈവമെല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദിനം ചിറകടിയിൽ. എന്റെ ദൈവമെല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദിനം ചിറകടിയിൽ. കഷ്ടനഷ്ടരോഗം വന്നിടും നേരം ഇഷ്ടനായകേശു ആശ്വാസമേകോ. കഷ്ടനഷ്ടരോഗം വന്നിടും നേരം ഇഷ്ടനായകേശു ആശ്വാസമേകോ. കഷ്ടതയേറ്റ പ്രിയൻ കൂടെ ഉള്ളതാൽ പോയിടാൻ ധൈര്യമായി നാഥൻ പാതയിൽ. കഷ്ടതയേറ്റ പ്രിയൻ കൂടെ ഉള്ളതാൽ പോയിടാൻ ധൈര്യമായി നാഥൻ പാതയിൽ. എന്റെ ദൈവമെല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദിന ചിറകടിയിൽ. എന്റെ ദൈവമെല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദിനം ചിറകടിയിൽ. എന്ന് കേൾക്കും പ്രിയൻ ശബ്ദം വാഴ